മലയാള സിനിമയിലെ ട്രെൻഡ് സെറ്ററാണ് ഫോർ ദ പീപ്പിൾ. പുതുമുഖങ്ങളെ വെച്ച് ജയരാജ് ഒരുക്കിയ സിനിമ വലിയ ഓളമായിരുന്നു സൃഷ്ടിച്ചത്. അതുപോലൊരു സിനിമ അതിനു മുൻപും ശേഷവുമില്ല. ചിത്രത്തിലെ പാട്ടുകളെല്ലാം സോഷ്യൽ മീഡിയ പോലുമില്ലാത്ത കാലത്തും വൈറലായിരുന്നു. ഫോർ ദ പീപ്പിളിലൂടെയാണ് നടൻ നരേൻ അരങ്ങേറുന്നത്. തന്നെ ആദ്യം തെരഞ്ഞെടുത്തത് സിനിമയിലെ നായകന്മാരായ 4 സംഘത്തിൽ ഒരാളായിട്ടായിരുന്നു. അതിനായി മീശയും വടിച്ചു സെറ്റിലെത്തിയപ്പോഴാണ് പോലീസാണെന്നറിയുന്നത്. അത് വലിയ വിഷമമുണ്ടാക്കിയെന്നാണ് ക്യൂ സ്റ്റുഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ നരേൻ പറയുന്നത്. നരേന്റെ വാക്കുകൾ ഇങ്ങനെ: അതിൽ 4 പേരിൽ ഒരാളായിട്ടായിരുന്നു എന്നെ കാസ്റ്റ് ചെയ്തത്. ഫോർ ദ പീപ്പിളിൽ ഒരാളാകുന്നതിൽ വളരെ ഹാപ്പിയായിരുന്നു. താടിയും മീശയുമൊക്കെ വടിച്ചാണ് വന്നത്. കണ്ടതും തന്റെ മീശ എവിടെയെന്ന് ചോദിച്ചു. കോളേജ് സ്റ്റുഡന്റ് അല്ലേ, എന്തിനാണ് സർ മീശ എന്ന് ഞാൻ പറഞ്ഞു. അല്ല, നിങ്ങൾ കമ്മീഷണർ ഓഫ് പോലീസ് ആണെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ ബാഗ് എടുത്തു. ഒരു സിനിമയുടെ പകുതിയിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞു. എനിക്കാകെ വിഷമമായി. നായകന്മാർ 4 പേരിൽ ഒരാളാണെന്നാണല്ലോ പറഞ്ഞിരുന്നത്. കമ്മീഷണറാകാൻ എന്റെ പ്രായം പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞു. അത് ശരിയാണ്, കമ്മീഷണർ പറ്റില്ല, SP ആകാം എന്ന് പറഞ്ഞു. അങ്ങനെ SP ആയി. മീശയില്ലെങ്കിലും നോക്കാം എന്ന് പറഞ്ഞു. ആദ്യമായി ക്രൂ കട്ട് ചെയ്ത് കണ്ണാടിയിൽ നോക്കിയപ്പോൾ കൊള്ളാലോ എന്ന് തോന്നി. ആത്മവിശ്വാസത്തോടെ നായകന്മാരെ കണ്ടു. എല്ലാവരും 6 അടി പൊക്കമുണ്ട്. ഞാൻ 5'8". എന്താണ് കഥാപാത്രം എന്ന് ചോദിച്ചു. പോലീസാണെന്ന് പറഞ്ഞു. നിങ്ങളാണോ ഞങ്ങളെ പിടിക്കാൻ വരുന്നത്? കഥാപാത്രം തെറ്റിയതാകുമെന്ന് പറഞ്ഞു. അല്ല, ഞാൻ തന്നെയാകുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴേക്കും ജയരാജ് സാർ വിളിച്ചു. സുനിൽ, ചെറിയൊരു പ്രശ്നമുണ്ട്. നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുമെന്ന് പലർക്കും കോൺഫിഡൻസ് ഇല്ല. നിങ്ങളുടെ സ്ക്രീൻ ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു. ആകെ വിഷമമായി. റൂമിൽ കുറെ പേരുണ്ടായിരുന്നു. ബ്ലസ്സിയേട്ടനായിരുന്നു അസോസിയേറ്റ്. അങ്ങനെയാണ് അതിലേക്ക് വരുന്നത്. വലിയ അനുഭവമായിരുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നു. എല്ലാവരും പുതുമുഖങ്ങളായിരുന്നു. ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല എന്നും നരേൻ പറഞ്ഞു.